ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. എങ്ങോട്ടാന്നല്ലേ ഇപ്പം പറഞ്ഞുതരാവേ. ഗൈസ്, നമ്മളങ്ങനെ കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. സ്കൂളിൽ നിന്ന് ആയാലൊക്കെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ പക്ഷെ ഞാനങ്ങനെ പോയിട്ടില്ല, എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ആഫ്റ്റർ മാരേജ് എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊടൈക്കനാലിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ കൊടൈക്കനാലിന്റെ വിശേഷങ്ങളായിട്ടുള്ള പാർട്ടായിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത് ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടിട്ട് മലപ്പുറം തൊട്ടിട്ട് കൊടൈക്കനാൽ വരെയുള്ള ജേർണി ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കൂടെ വേറൊരു കപ്പിളും കൂടി ഉണ്ട് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പാലക്കാട് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പോക്കാണ്. ഇപ്പൊ നമ്മൾ പാലക്കാട് എത്തിയിട്ടുണ്ട്. ഇതേത് ലൊക്കേഷൻ അറിയാം? ഈ ലൊക്കേഷനെ കുറിച്ച് 2 വാക്കുകൾ പറയുക. എങ്ങോട്ട് പോകുന്ന 2 വാക്കുകൾ പറയുക. പറയേ. ഏത് ആൾക്കാരും നമ്മളെങ്ങോട്ടാ പോണേ? നമ്മൾ ആസിഫ് അലി തിന്ന ഇഡ്ഡലിയും മട്ടനും. അത് ആസിഫലി പറഞ്ഞ സത്യമാണ്. വിവാദമാവോ? കഴിച്ചോട്ടെ, ഞങ്ങള് തിന്നോക്കിയ ശേഷം പറയും അതിനുള്ള മുതലുണ്ടോ ഇല്ല എന്നുള്ളത്. ലെഫ്റ്റ് അതിൽ പോയി ശരിക്കോ ഗൈസ്, നമ്മളങ്ങനെ ആസിഫ് അലി വൈറലാക്കിയിട്ടുള്ള ഇഡ്ഡലിയും ബീഫും തിന്നാൻ വേണ്ടി മട്ടൻ എന്ത് തിന്നാണെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ ആസിഫ് അലി വൈറലാക്കിയിട്ടുള്ള ഒരു ഫുഡുണ്ട് ഇവിടെ, ഇഡ്ഡലിയും പിന്നെ മട്ടനും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞങ്ങള്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അതാണ്. അത് പോയി കഴിച്ചിട്ട് എന്താ അഭിപ്രായം എന്ന് പറയാവേ. സ്പോട്ട് എത്താനായിട്ടുണ്ട്. എന്തോ ശ്രീ വിജയലക്ഷ്മി ഹോട്ടൽ. എവിടെ? അത് തന്നെയാണോ? അത് എവിടെ പൂട്ടിയോ? ഗൈസ്, നമ്മളെ ഹോട്ടൽ പൂട്ടിയിട്ടുണ്ട്. അത് കഴിക്കാൻ വേണ്ടിട്ട് 1/2 മണിക്കൂർ വെറുതെ റൺ ചെയ്തു മനുഷ്യന്മാര്. വിശന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവരുടെ ശ്രീ വിജയലക്ഷ്മി അറിയില്ല ഗൈസ്. നമ്മള് ഹോട്ടൽ എന്തായാലും പൂട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഒരു നിരാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം, വേറെ എവിടെയെങ്കിലും കഴിക്കാം. ഇനി എങ്ങോട്ടേലും പോയിക്കോ. ഹോട്ടൽ കൂട്ടിയില്ല, അപ്പൊ പള്ളിയിലും പോയിച്ചുകൊണ്ട് ഹോട്ടലും ഇല്ല. ഇന്നെന്താ ശനിയാഴ്ച, എന്താ തുറക്കേനാവാം. അതിപ്പോ നമുക്കറിയില്ലല്ലോ. പാർക്കിംഗ് ഇല്ലായിട്ട് അവിടെ നിന്ന് മാറ്റിയാവോ തിരക്ക് കൂടിയിട്ട്. എന്നാ പിന്നെ ഗൂഗിൾ മാപ്പിൽ നമ്പർ ഉണ്ടായിക്കൊന്ന് വിളിച്ചോക്കേ. നമ്പർ ഉണ്ടോ? ആ, അവിടെ അത് നോക്ക്, തപ്പി നോക്ക്, അതിലുണ്ടാവും. ശ്രീ വിജയലക്ഷ്മി ഹോട്ടലിൽ നിന്ന് അടിച്ചു കൊടുത്താൽ ഈ നമ്പർ കിട്ടും. ഇപ്പൊ മാറ്റിയില്ലെന്ന് അറിയാലോ. എന്ത് ചെയ്യണം ഗൈസ്, ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. നമ്പറില്ലെങ്കിൽ തല പോകും. ഒന്നുകൂടി ആ ഒരു ഇഡ്ഡലിന്റെ ഒരു ഫാൻസായി. സന്തോഷായില്ലേ? എന്താ മുന്നോ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നല്ല അവസ്ഥ. ഇനി നമ്മളേതാ പോണോ? വേണ്ട, ഇനി അങ്ങനെ ഒരു റീല് നോക്കി പോകണ്ടോ. വേണ്ട, വേണ്ട നാണിയെ വേറെ എവിടെയും വണ്ടി എത്തിക്കാൻ വിശക്കുണ്ട്. ഇഡ്ഡലി പോയി എണ്ണ ഇരിക്കണം, വരെ ഇഡ്ഡലി പോയി സങ്കടത്തിലിരിക്കുന്ന ബസ് ഞാൻ. സാരല്ല, പോട്ടെ. അങ്ങനെ ആസിഫ് അലി വൈറലാക്കിയ ഫുഡ് കഴിക്കാൻ പറ്റാത്ത സങ്കടത്തോടു കൂടി ഞങ്ങൾ വേറെ ഫുഡ് സ്പോട്ട് അന്വേഷിച്ച് അങ്ങനെ പോവാട്ടോ. ഏകദേശം പാലക്കാട് കഴിഞ്ഞ് പൊള്ളാച്ചിക്ക് എത്താനായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ടാണ്, നല്ലോണം വിശക്കുണ്ട്. എനിക്കാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഉച്ചക്കുള്ള ഫുഡും കൂടി ഒരുമിച്ച് തിന്നേണ്ടി വരൂലേ? നാട്ടുകോഴി ബിരിയാണിയാണ്. ഇപ്പൊ തിന്ന ബ്രേക്ക്ഫാസ്റ്റ് കേട്ടതില്ല, നാട്ടുകോഴി ബിരിയാണി. ബുക്കാറ് ചിന്നക്കുട്ടി, ബുക്കാറ്. ഇഡ്ഡലി വട, ദോശ ഗർഭ, എന്തെങ്കിലൊക്കെ താ. പൊള്ളാച്ചിയില് നമ്മള് കോയിന്റെ കാലുണ്ടല്ലോ ചുട്ടത്, അതിപ്പോ വടിയും കിട്ടൂല ചുട്ടത്. അത് അവിടുത്തെ പ്രത്യേകം, അത് നാട്ടുകോയിന്റെ കാലാണ്. നാട്ടുകോയോ? എന്ത് കോയോ? അതൊരു കോയില്ലേ, നാട്ടുകൂടെ മാത്രം പോണ കോയി.
അതെ, നമ്മളെ നാട്ടിൽ നിന്ന് പോയി റോട്ടുമ്മ കൂടിയ പോക്ക്, നാട്ടിൽ കൂടിയല്ല. നമ്മളെ പോയി അങ്ങനെ പോലല്ലോ. ഗൈസ്, വണ്ടിക്ക് ഇന്ധനം കൊടുക്കാൻ വേണ്ടി നമ്മൾ പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. കുടുങ്ങിയ ചേച്ചിനെ കൊണ്ട് ഞാൻ തള്ളി ഫുള്ളടിച്ചാൽ മതി ചേച്ചിനോട്. ചേച്ചിയ മനസ്സാണ് അടിയിലിതാ ഫുള്ള് ഫുള്ള് ഫുള്ള്. എന്തായാലും നമ്മളെ വിശപ്പിന് പരിഹാരം കിട്ടിയില്ലെങ്കിലും വണ്ടീൻ്റെ വിശപ്പിനുള്ള പരിഹാരം കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് ഫുൾ ടാങ്ക് ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ കറങ്ങാളല്ലേ, അപ്പോൾ ഓൾറെഡി എല്ലാം സെറ്റാക്കി അതിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരെ 6:45 മാറ്റിയെടുക്കാൻ തുടങ്ങിയതാണ്. എന്നിട്ട് ഉമ്മ നമ്മളെ പറ്റിച്ച് ഗൈസ്. എത്രയ്ക്ക് വന്നത് അനുസരിച്ച് 8 മണിക്ക്. എന്നിട്ട് ഇവര് വീട്ടിൽ നിന്ന് ചാടിച്ച് വന്ന് നമ്മൾ ഒന്നും കഴിക്കാതെയും വന്ന്. അപ്പോൾ പോന്ന് മലപ്പുറത്തുനിന്ന് പോന്ന് പാലക്കാട് എത്തി. പാലക്കാട് പൊള്ളാച്ചി എത്താനായി, എന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇവരെ മെയിൻ പ്രശ്നം എന്താ അറിയോ, ഇവർ ഈ ഹോട്ടലിന്റെ നാക്ക് നോക്കി ഇവരിക്കും. നാക്ക് നോക്കി ഇന്ന് തിന്നാൻ കിട്ടൂല, നാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വലിയ പെരുന്നാൾ മാസം കണ്ടാ പറയാം ഫുൾ ടാങ്ക് അടിച്ചിട്ട്. ഫുൾ ടാങ്ക് അടിച്ചാൽ ഇനി പിന്നെ ഒരിക്കലും അടിച്ചോണ്ട് ആവശ്യമില്ല. പിന്നെ എന്ന് ഫുൾ ടാങ്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മൂത്രേക്കാൻ ഈ വാഷ്റൂമിൽ പോവാനൊക്കെ ഒരു തൊരണ്ട്. പക്ഷെ ഇപ്പോൾ പോയാൽ ശരിയാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഹോട്ടലിൽ നിന്ന് യൂറിൻ പാസ് ചെയ്യാലോ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു മൂഡുണ്ട് പോവും. എന്ത് ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമൊന്നുമില്ല, ആവശ്യമായി കഴിക്കാം. ശരി. എന്നാല് പോന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാൽ നല്ല ബെസ്റ്റ് ക്ലൈമറ്റാന്നാണ് ഉള്ളൊരു ടൈമാണല്ലോ. അത്രയും നല്ലൊരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഈ മന്ത് പോകണം കേട്ടോ. അങ്ങനെ കുറേ ദിവസം പ്ലാൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പോക്കൊന്നുമല്ല. എന്താ പറയുക, ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ത്രില്ല് നന്നായിട്ട് എനിക്കുണ്ട് കേട്ടോ. ഇങ്ങനൊരു ജേണി, അടിപൊളി ജേണിയാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യണേ. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ എൻ്റെ വീഡിയോസ് എനിക്കറിയാം, ഞാൻ ഫസ്റ്റ് ഒരു ബിഗിനറാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ വേണം ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. എൻ്റെ വീഡിയോക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനൊന്ന് ചെയ്താൽ നന്നായിരുന്നു എന്ന് ജസ്റ്റ് പറഞ്ഞ് ഒന്ന് തിരുത്തി തരാൻ നിങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വേണം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു ചാനൽ ഒരു ലീഡിലേക്ക് എത്തിക്കാൻ. പിന്നെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ അതിനനുസരിച്ച് ചെയ്യാം. ഒരു Q&A ഒക്കെ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അനുസരിച്ച് ചെയ്യാം. ഈ പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോയിട്ട് പാലക്കാടിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ കൊല്ലങ്കോടൊക്കെ ഒന്ന് പോകണം. അവിടെയാണ് ഭംഗി. അവിടേക്ക് ഞാൻ പോയിട്ടില്ല. പാലക്കാടൊക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ പോലും കൊല്ലങ്കോടൊക്കെ പോകാൻ കഴിഞ്ഞിട്ടില്ല. നല്ല ഫ്രണ്ട്സൊക്കെ കൊല്ലങ്കോട് പോയിട്ടുള്ള സ്റ്റാറ്റസും വീഡിയോസൊക്കെ കാണുമ്പോൾ നല്ലൊരു ഗ്രാമീണ സൗന്ദര്യം നിലകൊള്ളുന്ന സ്ഥലമാണ് കൊല്ലങ്കോട്. അറിയില്ല, പക്ഷെ ഇപ്പോൾ പൊതുവേ തണുപ്പുള്ളൊരു ക്ലൈമറ്റ് അല്ലേ എല്ലായിടത്തും. പാലക്കാട് പറഞ്ഞാൽ പിന്നെ ഫുള്ളൊരു ചൂട് ഉള്ളൊരു ഏരിയ ആണ്. പക്ഷെ ഇപ്പോൾ ടോട്ടലി ഭയങ്കര തണുപ്പുള്ള, ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര മഞ്ഞാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ആയതുകൊണ്ട് കൊല്ലങ്കോടും ഒന്നും കൂടി നന്നാവുമെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിക്ക്? വളരെ ചുരുങ്ങിയ കിലോമീറ്റർ. അത് എത്ര ടൈം എടുക്കും? 5 മണിക്കൂറൊക്കെ ഉണ്ടോ? 5 മണിക്കൂറൊക്കെ എടുക്കും കൊടൈക്കനാലിക്ക്. 160 കിലോമീറ്റർ. ഞാൻ ഇവിടെ നോക്കി 169 കാണിക്കും. ബിരിയാണി നെയ്ച്ചോറ് പരിയില്. വീട്ടിലെ ബിരിയാണി നെയ്ച്ചോറുണ്ടോ? വീട്ടിലെ ഊണ്, വീട്ടിലെ ബിരിയാണി ചെന്ന് കറിക്കണം. അമ്മ കുറച്ച് ചോറ് കറിയാ. എന്ത്
ഈ പാലക്കാട് വന്നിട്ടൊരു ഹോട്ടൽ പോലും കാണാൻ പറ്റുന്നില്ല. പാലക്കാടല്ലേ എനിക്ക് ഇതിവിടെ പൊള്ളാച്ചിയാ? പള്ളത്തേരിയിലാണ് നമ്മളിപ്പോ. ഗൈസ് ഞങ്ങളൊരു ഹോട്ടൽ നമ്മൾ കണ്ടു. ഇത് ഏത് ഹോട്ടലാ? ഹോട്ടൽ ഗംഗ. സ്നാക്കില്ലാന്നും പറഞ്ഞു അവിടുന്ന് പോവാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇവരെ പോവാൻ ശരിയാവൂലെന്ന്. അല്ലൂസിന് വിശന്നിട്ട് ചീറുണ്ട് കേട്ടോ. ഹലോ ബാബാ നല്ല കണ്ടുപരിച്ചുള്ള മലബാറാണ്. ഗൈസ് അങ്ങനെ ഹോട്ടലെത്തി. കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഗൈസ് അങ്ങനെ കാത്തിരിപ്പുണ്ട്. ഇവർ നമ്മൾ ഹോട്ടലെത്തിട്ടോ. ഒരു മലബാർ കിച്ചൺ. ഇത് നമുക്ക് പൊള്ളാച്ചി എത്തുന്നതിന് മുന്നായിട്ടുള്ളൊരു ഹോട്ടലാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല. വിശപ്പിൻ്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, കിട്ടിയ ഹോട്ടലിൽ കയറിയിട്ടാ. ഇവരെ നാക്ക് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ ഇന്ന് ഫുഡ് കഴിക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഏത് ഹോട്ടലായാലും വേണ്ടിയില്ല, കിട്ടിയ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. മീൻ മതിയാരാ? അതിനെ കിട്ടൂല, മീനെ കിട്ടൂല. ഈ മീൻ കണ്ടിട്ടാണ് ഗൈസ്. അവിടെ കുറച്ചൊക്കെ നല്ല ഐറ്റംസ് ഉണ്ടായിരുന്നുണ്ടോ. ഫുഡൊക്കെ മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, ഇടിയപ്പം, അങ്ങനെ കുറേ ഐറ്റംസ് അവരുടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പൊതുവേ ദോശയോട് പ്രത്യേക താല്പര്യമായതുകൊണ്ട് ഞാനൊരു മസാല ദോശ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർ പൊറോട്ടയും നൂൽപുട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നും നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി ആയാലും മസാല ദോശ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ വൃത്തിയാണല്ലോ നോക്കൽ. നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയും എല്ലാ നീറ്റ്നെസ് ഉണ്ടായിരുന്നു ഹോട്ടലൊക്കെ. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മളെ യാത്ര തുടങ്ങി കേട്ടോ. ഗൈസ് ഇതിനാണ് ആദ്യം തീരുമാനം കെട്ടേണ്ടത്. ഈ റോങ് വേ കയറി വരാം. ഈ ബസ്സിലേക്ക് ഒരു അഹങ്കാരാണ്. റോഡൊരു കന്തനമാക്കാന്ന് വിചാരം. ജീവൻ പണയം വെച്ച് റോങ് സൈഡ് കേറിണ്ട് വരാ. അത് എല്ലാ ബസ്സുകാരും അങ്ങനെ തന്നെയാണ്. ഈ ബാക്കി ഓടുന്ന വണ്ടിയൊക്കെ ജീവൻ പണയം വെച്ചാണ് റോട്ടിൽ കൂടി പോവാൻ. ഇതിനൊരു തീരുമാനം ഈ ഗവൺമെന്റ് കെട്ടണം. ഈ സാധാരണക്കാര ജനങ്ങളുടെ ജീവന്, സാധാരണക്കാരെ ഇന്ത്യൻ പൗരന്മാരെ അല്ല ഇന്ത്യൻ വേണ്ട എല്ലാ ലോകം. അതെ, ഇവർക്ക് തോന്നിയ മാതിരി വണ്ടി ഓടിക്കാനുള്ള സ്ഥലമാണ് ഈ റോഡ്. അതെ, ഞാൻ കണ്ടില്ല. ആ മഞ്ഞല്ലേ വെറുതെ തമിഴ് മക്കളെ സ്വാഗതം. റോഡൊക്കെ സൂപ്പർ അല്ലേ? സൂപ്പർ റോഡ്. തമിഴ്നാട് ബോർഡർ കടന്നിരിക്കുന്നു. നല്ല അടിപൊളി റോഡാട്ടോ, കാണാൻ രസമുണ്ട്. നല്ലൊരു പ്രകൃതിരമണീയമായ സ്ഥലം എന്ന് വേണമെങ്കിൽ തമിഴ്നാട് നമുക്ക് പറയട്ടു. അത്രയും നല്ല രസം ഉണ്ടായിരുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലങ്ങൾ. റോഡാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി റോഡ്. നമ്മളെ നാട്ടിലത്തെ റോഡിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയോ നല്ല റോഡാട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡ്. റോഡിന്റെ രണ്ട് സൈഡിലും കുറെ കാറ്റാടി യന്ത്രങ്ങളുണ്ട്. എല്ലാരും ഇതിന്റെ ചോട്ട് വന്ന് കിടക്കലായിരിക്കും ഫാനൊക്കെ. പറന്ന് മാത്രം. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നീച്ച. ഒരു വർക്കൊക്കെ ഉറങ്ങി നീച്ച പോനെ. പളനിക്ക് എത്താനപ്പോൾ ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കിയേ. കുറച്ച് റീഫ്രഷ്മെൻറ്റിന് വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. കുറച്ച് ടൈം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു നാച്ചുറൽ ആയിട്ടൊരു ഏരിയ. പിന്നെ അത് മാത്രമല്ല അവിടെ ഒരു ചേച്ചി കരിക്ക് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കരിക്കും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയതാട്ടോ. അല്ല, പെണ്ണുങ്ങളോട് വേണമെന്ന് ചോദിക്കണമെന്നില്ലല്ലോ, ഒറ്റ കണക്ക് കുടിച്ചാലോ?
തമിഴ്നാടിന്റെ കരിക്ക് എങ്ങനെ നമ്മളാ റീഫ്രഷ് നന്നായി ഏതായാലും ഓളാണ് എടുക്കണ്ടേ ഓള് ഫുള്ള് ഉണ്ടായിക്കോ ലുലുസേ അങ്ങോട്ട് നമ്മളെ കൊടൈക്കനാലെത്തി. നമ്മൾ ചുരം കയറി ഇനി കുറച്ച് സമയം കൂടി ഒരു 2-3 ചുരം കൂടി കയറാൻ ബാക്കിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ സ്പോട്ടിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ കുറച്ച് ടൈം നമ്മളിങ്ങനെ വെറുതെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എയർപ്ലെയിനിൽ ഇങ്ങനെ ജസ്റ്റ് നിൽക്കാം കേട്ടോ. ഗൈസ് മങ്കീസ് ഇപ്പോൾ തോന്നുന്നു ഇപ്പോൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഈ കണ്ടിയിൽ. ഹായ് ഹായ് ഫോൺ തട്ടിപ്പിടിച്ച് വാങ്ങി പോവായിരുന്നാൽ മതിയെന്ന് ഞാൻ വന്നുകൊണ്ട് ഒറ്റയ്ക്ക് പോയിട്ടോ. ചുരം കഴിഞ്ഞ് നമ്മളങ്ങനെ എൻട്രൻസിലേക്ക് എത്തി. മാണി ബസ്സിലേക്ക് ലീഡ് ആയിട്ടുള്ള സമരം നമുക്ക് കുറിക്കാം. വെള്ളച്ചാട്ടം ഗൈസ്, വെള്ളച്ചാട്ടം ഗൈസ്. കൊടൈക്കനാൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണിത് ഈ ഒരു വെള്ളച്ചാട്ടം. പിന്നെ കുറേ സ്റ്റാളൊക്കെ വെച്ച് നല്ല രസമുണ്ട് കാണാൻ. ഇതാട്ടോ കൊടൈക്കനാലിൻ്റെ പേഴ്സണൽ അഹങ്കാരമായ സിൽവർ കാസ്കേഡ് പാർക്ക് കേട്ടോ. നല്ല രസമാണ് ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട്. അവിടെ അത്രയും നല്ല ക്രൗഡ് ചെയ്യുന്നു, നിറയെ ആൾക്കാരുണ്ട്. ഈ കൊടൈക്കനാലിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ അവിടെ കണ്ടതിന് ശേഷം മാത്രമേ അങ്ങോട്ട് മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ചായക്ക് കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോരാണ് കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് പാർട്ടാക്കി ഞാൻ അപ്ലോഡ് ചെയ്യാവേ. ഓക്കെ ബൈ.